രണ്ടാഴ്ചയ്ക്കുള്ളിൽ 800-ലധികം ആളുകളെ കാണാതാവുന്നു. ഇതിൽ 500-ലധികം സ്ത്രീകളും കുട്ടികളും. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ഈ വർഷം ജനുവരി മാസത്തിലെ കണക്കാണിത്. ഡൽഹി പോലീസ് ഡാറ്റ കാണിക്കുന്നത് ജനുവരിയിലെ ആദ്യത്തെ 15 ദിവസത്തിൽ 807 പേരെ കാണാതായി എന്നാണ്. അതായത് 54 പേർ ഒരു ദിവസം എന്ന ആവറേജ്. ഇതിൽ പരിഭ്രാന്തരാവേണ്ട എന്നാണ് ഡൽഹി പോലീസ് വാദിക്കുന്നത്. दिल्ली में लापता व्यक्तियों, विशेषकर बच्चों के संबंध में किसी भी प्रकार की घबराहट या भय का कोई कारण नहीं है. पूर्व की तुलना में दिल्ली में लापता व्यक्तियों की रिपोर्टिंग में कोई वृद्धि नहीं हुई है. അതിന് കാരണമായി അവർ പറയുന്നത് 2026 ജനുവരിയിൽ 1777 പേരെ കാണാതായത് കഴിഞ്ഞ വർഷങ്ങളിലെ മന്ത്ലി ആവറേജസ് വെച്ച് നോക്കുമ്പോൾ കുറവാണെന്നാണ്. മാത്രമല്ല ഇപ്പോൾ ഈ നമ്പേഴ്സ് ഓൺലൈനിൽ ചർച്ചയാവാൻ കാരണം പെയ്ഡ് പ്രൊമോഷനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. റാണി മുഖർജി അഭിനയിച്ച മർദാനി 3 എന്ന സിനിമയുടെ റിലീസ് അനുബന്ധിച്ചാണ് ഈ പ്രൊമോഷൻ എന്നും ഈ കണക്കുകൾ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അങ്ങനെയാണെന്നും ആളുകൾ ലിങ്ക് ചെയ്യുന്നു. ജനുവരി 30-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ഇതിവൃത്തം ക്രൈമും കാണാതാവുന്ന പെൺകുട്ടികളുമാണ്. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ വാദത്തെ തള്ളിക്കളഞ്ഞു. മാർക്കറ്റിംഗ് ആണെങ്കിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നത് തള്ളിക്കളയാനാവില്ല. കാരണം ശരിക്കും ആളുകൾ ദിവസേന വലിയൊരു നമ്പറിൽ കാണാതാവുന്നുണ്ട്. ഇതിൽ കുറേ പേരെ കണ്ടെത്തുന്നുണ്ട്. കുറച്ച് സമയം മാത്രം കാണാതാവുന്ന ആളുകളുടെ എണ്ണവും ഈ കണക്കിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ ഡൽഹി പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇതിൽ എത്ര പേരെ കൃത്യമായി കണ്ടെത്താനായി, കാണാതാവുന്നവരിൽ എന്തുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം അധികമാവുന്നു എന്നുള്ളതിനൊന്നും കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അമേരിക്കയെയും ബ്രിട്ടനെയും അപേക്ഷിച്ച് ഡൽഹിയിൽ കാണാതാവുന്നവരുടെ എണ്ണം കുറവാണ് എന്നും കണക്കുകൾ പറയുന്നു. ഡൽഹിയിൽ 100,000 പേരിൽ 122 പേർ കാണാതാവുമ്പോൾ അമേരിക്കയിൽ 138 പേരെ കാണാതാവുന്നു എന്നും ബ്രിട്ടനിൽ 254 പേരെ കാണാതാവുന്നു എന്നാണ് കണക്കുകൾ. എന്തെങ്കിലും ടോപ്പിക് ട്രെൻഡിങ് ആവുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട നമ്പറുകളല്ല ഡൽഹിയിലെ മിസ്സിംഗ് കേസുകളുടെ എണ്ണം. ട്രെൻഡ് കഴിഞ്ഞാൽ മറന്നു കളയാനുള്ളതുമല്ല.